ആരാണ് നമ്മളെ ഭരിക്കേണ്ടത്? ആരാണ് അതിന് അർഹർ? ഇതിന് ഉത്തരം കാണേണ്ടത് നമ്മളാണ്. എന്നാൽ അതിനും കളങ്കം സംഭവിച്ചു. വോട്ട് വെറും പേപ്പറിൽ ഒരു അടയാളമല്ല, അത് ജനങ്ങളുടെ ശബ്ദവും അവകാശവും സ്വാതന്ത്ര്യവുമാണ്. അതെ, ജനാധിപത്യ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അടിസ്ഥാന ശിലയാണ് വോട്ടവകാശം. ഓരോ പൗരനും വോട്ട് ചെയ്യുന്നത് നമ്മുടെ ഭരണഘടന നൽകിയ വലിയൊരു അവകാശത്തിന്റെ ഭാഗമായിട്ടാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രകാരം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടവും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കലും പരിശോധിക്കലും ഇതൊക്കെയും കമ്മീഷന്റെ പ്രത്യേക അധികാരത്തിൽപ്പെടുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രധാന തൂണുകളിൽ ഒന്നാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷന് തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിപൂർവവുമായി നടത്താനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതി വ്യക്തമാക്കിയ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അനുസരിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമാണ്. അതിനാൽ യാതൊരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തിക്കും സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടനയെ തകർക്കാനോ അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താനോ സാധിക്കില്ല. രാഷ്ട്രീയ സ്വാർത്ഥതകളിൽ നിന്ന് സ്വതന്ത്രമായി നീതിപൂർവമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുക എന്നത് ജനാധിപത്യ ബോധമുള്ള ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഗുരുതര ആരോപണം ഉയർന്നിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ ആരോപണങ്ങളായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കർണാടകയിലെ മഹാദേവപുരം മണ്ഡലത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ വോട്ട് ഇല്ലാതാക്കി വ്യാജ വോട്ടുകൾ കൊണ്ടാണ് അവിടെ BJP വിജയം നേടിയതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ, വ്യാജ വിലാസങ്ങൾ, വ്യാജ ഫോട്ടോകൾ ചേർത്ത രജിസ്ട്രേഷൻ, മരിച്ചവർ പോലും വോട്ട് ചെയ്യുക, ഇതൊക്കെയാണ് കാരണങ്ങൾ. എന്നാൽ ആരോപണങ്ങൾ തെളിവോടെ എഫിഡവിറ്റായി സമർപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം നിയമപരമായി ഈ ആരോപണങ്ങൾക്ക് വിലയില്ല എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,250,000 വോട്ടുകൾ കവർന്നെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ. ഈ സംഭവത്തെ വോട്ട് ചോരി എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതെ, വോട്ട് മോഷണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനും പാളിച്ച സംഭവിച്ചോ എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യം. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950, 1951 പ്രകാരം വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ രേഖാമൂലം തെളിവോടെ സമർപ്പിക്കണമെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം മറ്റൊരാളായി നടിച്ച് വോട്ട് ചെയ്യലും വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തലും കുറ്റകരമാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ സെക്ഷൻ 31 പ്രകാരം പട്ടികയിൽ കൃത്രിമ എൻട്രികൾ പൂർണ്ണ അറിവോടെയാണ് വരുത്തിയതെങ്കിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന വകുപ്പുകളാണ്. വോട്ട് ചോരി ജനാധിപത്യത്തിനെതിരായ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. ജനങ്ങൾ ജാഗ്രത പുലർത്തിയാൽ മാത്രമേ നാളെ സുരക്ഷിതമാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശബ്ദം നമ്മുടേതായി തന്നെ ഇരിക്കട്ടെ. അതാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയം.